മഴ എത്തിയിട്ടുണ്ട്. നല്ല മഴയും കാര്യങ്ങളും. ബോട്ടില് വീഞ്ചി കൂടി വയറോപ്പും കാര്യങ്ങളും കയറുന്നുണ്ട്. അതുപോലെ ചേട്ടന്മാരൊക്കെ ഇവിടെ മഴക്കോട്ട് ഇട്ടിപ്പുണ്ട്. ഇവിടെ മഴക്കോട്ട് ഇട്ടിപ്പുണ്ട്. മഴക്കോട്ട് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാ. ഇനിയിപ്പോൾ മഴയെ തിന്നിട്ടാണ് വലയും കാര്യങ്ങളൊക്കെ പിടിക്കാട്ടാ. അപ്പോൾ എല്ലാവരും വല പിടിച്ച് കയറ്റാൻ വേണ്ടി അവിടെ എത്തിയിട്ടാ കേട്ടാ. ബോർഡ് വരെയാണ്. ബോർഡ് എത്തിയത്. അവിടെ ബോർഡ് എത്തി. വലയും കാര്യങ്ങളൊക്കെ പിടിച്ചു കയറ്റേണ്ട. മഴയത്തൊക്കെ നിന്നത് പല കാര്യങ്ങൾ പിടിച്ചത്. കടൽ ചെടി കണ്ടോ, പൊട്ടിച്ച് കിട്ടിയതാണ്. വലയമ കിട്ടിയതാണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കാര്യങ്ങളും കയറുന്നതിനനുസരിച്ച് ബോട്ട് സ്ട്രാങ്ക് റിവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. സ്ട്രാങ്ക് അവിടെ നിന്ന് ബോട്ട് അതിനനുസരിച്ച് തിരിച്ചും കറക്കിയൊക്കെ നിർത്തി കൊടുക്കും. അതെ, മഴ ഇത്തിരി ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. വല പിടിച്ച് വരുമ്പോൾ തള്ളയൻ, പിന്നെ അരണ മീൻ, ഉലുവാച്ചി എന്നൊക്കെ പറയും. അതൊക്കെ വേണ്ട. പിന്നെ ഉണ്ണിമേരിയുണ്ട് ഒക്കെ വലയത് കയറി വന്നാണ്ടാ. കട കയറി വന്നുണ്ട്. കുടഞ്ഞുടഞ്ഞ് ഇറക്കേണ്ട. മീനുണ്ട്. മീൻ ഓർഡർ നോക്കി. മീനതേ കുടഞ്ഞ് കോടതിയിലോട്ട് ഇറക്കണ കാഴ്ച കേട്ടാ. കണ്ട മൂന്നാം ദിവസം കപ്പിയും കാര്യങ്ങളൊക്കെ പഴയതുപോലെ എടുത്തു കൊടുക്കുകയാണ്. ഉണ്ണിമേരിയൊക്കെയാണ് കൂടുതൽ. വല അടുത്ത് കിടന്ന് കളിക്കണം. ഒരു മീൻ പുറത്ത് പോയിട്ട് ആ മീൻ വലയുടെ ഒപ്പം തന്നെ നിൽക്കണം. അതെ അതിനുള്ളിൽ കയറിയിരിക്കണം ഒരു മീൻ. മീനെല്ലാം അവിടെ നിന്ന് കോരിങ്ങാട് മാറുന്ന ഒരു കാഴ്ച കേട്ടാ. മീനാണ്ടായത് കല്ലിമേലുണ്ടാവലാണ്. കാട്ടു കൈ ഉള്ളുകൊണ്ട് കഴിഞ്ഞാണ്ടല്ല കട്ട് കടപ്പെടുക്കും. അത്രക്ക് മേലെ കാട്ടുപാട്ടു കേട്ടാ. ഒരു വെറൈറ്റി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ. കല്ലിമേലൊക്കെ ഉണ്ടാവണ മീനാണ്ടാ. ചെറിയൊരു നെയ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ചെമ്പാൻ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ബോക്സിലോട്ട് തിരിഞ്ഞ് മാറ്റേണ്ട. അയില, കണ്ണയില, ഉണ്ണിമേരി ഉള്ള മീനൊക്കെ കൂടെ തിരിഞ്ഞ് മാറ്റേണ്ട.
അത്യാവശ്യം മീനൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ അയില, ഉണ്ണിമേരി അങ്ങനെയുള്ള മീനൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടാ. തിരിച്ചിൽ പണി കഴിഞ്ഞിട്ടാ. മീനൊക്കെ കഴുകി നേരെ സ്റ്റോറിലോട്ട് കൊണ്ടുപോവേണ്ട. പലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണ ഒരു കാഴ്ച ഉണ്ടാ. ചിലക്കൊക്കെ തിരിഞ്ഞിട്ട് ഇവിടെ അയിലുണ്ട്. ഈ അയില ചെറുതും വലുതും നോക്കി തിരിഞ്ഞിട്ട് ബോക്സിലോട്ട് ആക്കും. ഇവിടെ വലയും കാര്യങ്ങളും ഇട്ട് കൊടുക്കുകയാണ്. റോപ്പും കാര്യങ്ങളൊക്കെ ഇറക്കി വിടാൻ കേട്ടാ. പൈസ പൊട്ടിക്കണ കാഴ്ച കണ്ടാ. 3-ാം ദിവസം പൈസ എന്നോടാന്ന് ചോദിച്ച് അതേപോലെ അണ്ണ നല്ല അരി അടിക്കണ്ട. അടിച്ച് പൊട്ടിക്കാൻ കണ്ട് കുത്തിയൊക്കെ ഇടണം. നമ്മളാ ഐസ് റൂമിൽ കണ്ടിട്ടില്ല, കാണിച്ചാലാട്ടാ. ഐസ് റൂം കാട്ടി തരാം. ഐസ് റൂമില് ഇപ്പൊ ഇവിടെ തോന്നുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇവിടെയൊക്കെ മീൻ അടിച്ചേക്കണത് കണ്ടാ. ഇതില് മീൻ ഐസ് അടിക്കണം. ഇതിലെല്ലാം കൂടി, അതായത് പാലാൻ, പിന്നെ മോത, കിളിമി, വലിയ പാലാനൊക്കെ പറഞ്ഞത്, അങ്ങനെ എല്ലാ മീനും കൂടി ഇട്ടേക്കണ ഈ ഒരു കള്ളിയിൽ. ഇതേ വന്യ നമ്മുടെ ഐസ് റൂം. ഇനി ഉണ്ട് ഐസിൽ ആവശ്യം ഐസാണ് കണ്ട. അവിടെയും വരെ ഒരു മല പോലെ കിടക്കാണ്. അവിടെ ഇപ്പൊ ഇവിടുന്ന് ഇത്രയൊക്കെ പൊട്ടിച്ച് നമ്മ ഒതുക്കി ഇപ്പൊ അപ്പുറം പോയിട്ട് പൊട്ടിക്കാനുണ്ട്. അതായത് നമ്മുടെ റേഷനൊക്കെ ഇരിക്കണേ, തൈര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ഒരു കളി സ്റ്റാർട്ട് ചെയ്യണ ഇവിടെ നിന്നാണ്. പിന്നെ ഇവിടെ ബോക്സിൽ അരണ, അതായത് ഉലുവാച്ചി ഒക്കെ പറയും. പിന്നെ ഇന്ന് ഈ വില കിട്ടിയ പാരമീനുണ്ട്. പിന്നെ ഇപ്പൊ ഇട്ടിട്ടുണ്ട് അയിലപ്പാര, കറുപ്പ് ഇവിടെ ബോക്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങാടെ വലിയ മോത, ഉടുപ്പൂരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്ട് ഇട്ടേക്കണത്. ഇതിനകത്തോട്ട് ഇപ്പൊ കിട്ടിയ ഉടുപ്പൂരിയും തട്ടും. ഇപ്പൊ കുറവായി കിട്ടിയത്, ഒരു 4 കിട്ടിയുള്ളൂ, 5 കിട്ടിയുള്ളൂ. ഇതിലോട്ട് വരുമ്പോ ഉണ്ണിമേരിയൊക്കെ ഇത്രയും ആയിട്ടുണ്ട്. ഒരു കള്ളി ഫുള്ളായിട്ടില്ല, ഇത്ര അടിച്ചിടുന്നുണ്ട്. പിന്നെ ഇവിടെ കൂന്തല് അല്ല, പിന്നെ അപ്പുറം അയിലല്ല വങ്കട സങ്കടം മാറുന്നുള്ള വങ്കടയൊക്കെ കിട്ടിയിട്ടുണ്ട്. പണി ഇത്തിരി കുറവാണ്, എങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ എല്ലാം മൊത്തത്തിൽ പൊതുവേ പണി കുറവാണ്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. ചിലർക്ക് ഇതും കൂടി കിട്ടാത്ത ആൾക്കാർ ഇവിടെ കടലിൽ കിടപ്പുണ്ട്. കടലിൽ പണി കുറഞ്ഞ സീസണാണ്. പണിയുള്ള സമയം നമ്മൾ ആഗസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടില്ല, ഈ കള്ളിയൊക്കെ നിറഞ്ഞ് മീനായിരിക്കുള്ളൂ. രണ്ടാമത്തെ ദിവസം 3-ാമത്തെ ദിവസമൊക്കെ ഇവിടെ നിറച്ച് മീൻ വരും കേട്ടോ. അപ്പൊ ആ കാഴ്ചയൊക്കെ വൈകാണ്ട് നമുക്ക് കാണാം. അപ്പൊ വീഡിയോ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ആഗസ്റ്റിലൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ വരും. ഇതിൽ തകർപ്പ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം കേട്ടാ. ഇത് മോശമൊന്നുമില്ല, അത്യാവശ്യം കുറഞ്ഞ പണിയായിട്ട് നിൽപ്പെട്ടിപ്പോ. 4 കൊട്ടോളം ഐസ് ആക്കിയിട്ടുണ്ടേ. 3 കൊട്ട, 4ാമത്തെ കൊട്ട വേടാ. ഇതാണ് പോലെ പവറ്. ഷർട്ടൊന്നും ഇല്ലാണ്ട് നിക്കണ. ജിമ്മാനെ ജിമ്മാണിച്ചേ നിങ്ങളാണെങ്കിൽ മസിൽ പിടിക്ക് അണ്ണാ. നിങ്ങളെ ഇരുമ്പോടി എന്താ അയില ചെയ്തേക്കണ. അയില ഉടയാണ്ടക്കിരിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഐസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ. അത്യാവശ്യം അയിലൊക്കെ ഈ കളി 2 ഇങ്ങനെ അടിയിലോട്ട് ബോക്സ് ഇട്ടിട്ടുണ്ട്. 2, 4, 6 അതുകൊണ്ട് താഴത്തോട്ടും 2 അടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അയില, ഇവിടെ അയില ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ
ഒരു മീനുടെ ഐസ് കൊണ്ടിപ്പോ ബോക്സ് കഴുകി ക്ലീൻ ആക്കിയതാണ്. അടിക്കാൻ പോണത് ഇറങ്ങിയപ്പോ അന്തരീക്ഷമൊക്കെ ഇരുണ്ട് മൂടി കിടക്കാണ്. ഇനി നല്ല മഴക്കാർക്ക് ചാൻസ് ഉണ്ട്. മഴക്കാരനൊക്കെ അപ്പൊ ഇവിടെ എല്ലാരും കഴിച്ചോണ്ടിരിക്കണം മീൻകറിയും ചോറും. കാലത്ത് തന്നെ മീൻകറിയും ചോറാണ്ടാ അടിപൊളി എന്ന് പറയണത്. ഇനി ഇങ്ങാട് വരുമ്പോ കുളിക്കാൻ പോകേണ്ട ഒരാള് കഴിച്ചാ ഫുഡ് കഴിച്ച് സാങ്കേതിക പല്ലിയാക്കുന്നുണ്ട് കഴിച്ചോണ്ടിരിക്കാണ്. ഡ്രൈവറേട്ടൻ കഴിച്ചാ ഫസ്റ്റ് കഴിച്ചില്ല ഡ്രൈവറേട്ടൻ ഫസ്റ്റ് കഴിച്ച് ഒരാളെ പല്ലേക്കണുള്ളു. ചാവടിക്കളേ ചാവടിയാ കഴിച്ച് കഴിക്കളില്ലേ ആ പല്ലേച്ചിട്ടാ പല്ല് പല്ലെത്തിട്ട് കഴിക്കാതൊക്കെയാണ്. നമ്മളടുത്ത പാല കടലിൽ കിടക്കേണ്ടത് നോക്കിയേ കേട്ടാ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും പോയി പല്ലെത്തിട്ടൊക്കെ വന്ന് ചാവടി കാര്യങ്ങൾ കൈപ്പക്കും അടുത്ത പാല പിടിക്കും. അപ്പൊ ബാക്കി കാഴ്ച കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടാ. പുറത്ത് നല്ല കാറ്റും മഴയാണ് കേട്ടോ. മഴ വീണോക്കിയേ അന്തരീക്ഷമൊക്കെ ഫുള്ള് മൂടിക്കിടക്കാണ്. കാറ്റ് കാണിച്ചോ ബായ് കേടാ നോക്കിയേ കേടാ നല്ല കാറ്റാണ്. അയ്യോ കേടാ കാറ്റാണ്ടാ പിടിച്ചിട്ടില്ല. നാട്ടിലെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയൊക്കെ നല്ല കാറ്റും മഴയാണ്. മൊത്തം ഇരുണ്ട് കൂടി കിടക്കേണ്ട. ഇവിടെ എല്ലാരും കിടക്കാണ്. ഉച്ചകൾ തുറക്കവും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തെ മഴ മാറിയിട്ടില്ല. നല്ല മഴ കടലിലെ സ്വഭാവമൊക്കെ മാറി തുടങ്ങിയിട്ടാ. കടലിത്തിരി ഇളകി തുടങ്ങിയിട്ടുണ്ട്. നല്ല പൊട്ട പറക്കുന്നുണ്ട്. പൊട്ട വറുത്തതിനെ വളം വേണ്ട കാണില്ല. ഇവിടെ പൊട്ട വറുത്തുകൊണ്ടിരിക്കുകയാണ്. കടൽ കണ്ട നല്ല കടലായിട്ടുണ്ട്. ഉച്ചകൾ സാമ്പാർ കാണിച്ചത് സാമ്പാറാണ് തോന്നുന്നത്. സാമ്പാറാണോ ഉച്ചക്കലത്തെ കറിയാണ്. ഇവിടെ മുട്ട വറുക്കുന്നുണ്ട് കേട്ടാ. ഇതൊക്കെയാണ് ഇന്ന് ഉച്ചക്ക് കഴിക്കാനായിട്ട്. കടലത്തെ സ്വഭാവം പറഞ്ഞു നോക്കിയേ കേട്ടാ കേട്ടാ ഫുള്ളായിട്ട് ഇളകി തുടങ്ങിയിട്ടാ. കറി റെഡിയാക്കേണ്ട മുട്ട വറുത് രസമൊക്കെ കൂടിയുണ്ട്. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. കീ അടിച്ച്
ഇനിയുള്ള പണി എന്നൊക്കെ പറഞ്ഞ കാറ്റും മഴയത്തും കോളിലൊക്കെ ഉണ്ടാ കടലിലെ സ്വഭാവമൊക്കെ മാറി. ബീച്ചില് കേറാണ്, റോപ്പ് കേറാണ്. മഴയുണ്ട, നല്ല മഴയാണ്. ആൾക്കാരങ്ങാട് പോയി കഴിയുമ്പോ കിടന്ന അങ്ങാട് കടക്ക അടിക്കും. കട 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 പറയടാ ആരോ. ഓ ഓ കണ്ടാ കട്ടേണ്ട എല്ലാരും കൂടി ഇരിപ്പൊക്കെ മാറി പിടിച്ച് നിക്കലൊക്കെ ഓരോരുത്തരൊക്കെ പിടിച്ചൊക്കെയാണ് വല പിടിച്ച് കയറ്റാൻ വേണ്ടി പോവേണ്ട. നല്ല കാറ്റും മഴയാണ്. അപ്പം ഇവിടെ ഞങ്ങൾ ഉച്ചക്ക് ഫ്രൈ ഉണ്ടാക്കാൻ പോകും. ഇത് ഭായമാരുടെ രീതിയിലുള്ള കറിയാണ്. എന്താണ് കറി, എന്താണ് സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. റെഡിയായി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാറ്റും കോളൊക്കെ ആയിട്ടുണ്ട്. ഓ ഓ ഓ പൊക്കളൊക്കെ ഓ കോള വേണ്ട. അത് നോക്കിക്കോടാ, കടലിൽ ബോട്ട് പൊക്കി അടിക്കണം. നോക്കിക്കോടാ അണ്ണാ, ഇത് എത്ര അടി ബോട്ട് അണ്ണാ? 90 അടി ബോട്ടാണത് പൊക്കിയിട്ട് അടിക്കണത്. ഇനിയാണ് കടലിലെ പണി. ഇനി അങ്ങനെ ഓരോ ദിവസവും കൂടുമ്പോ കടലിൽ കൂടി തുടങ്ങിയിട്ടുള്ളത്. തുടക്കം മാത്രമുള്ളട്ടാ ഈ കാണുന്ന തുടക്കമാണ്. ഇതല്ല, ഇനി ഇതിനപ്പുറമാണ് വന്നത്. കറക്കിന് നല്ല കടലാണ്. നോക്കി കയറി വന്ന് ചരക്ക് കയറി വരണ്ടാ. നല്ല കാറ്റും വേണ്ട. മീനൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളിവിടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഏകദേശം. ചൂടോടുകൂടി നമുക്ക് കിട്ടിയ മീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ്. തിരിയാനായിട്ട് വാങ്ങി കിട്ടിയ അയിലല്ല, തിരിയാൻ. ഏതാണ് തിരിയാൻ? പിന്നെ പഴയ പോലെ കുറച്ച് ഉണ്ണിമേരിയൊക്കെ ഉണ്ട്. തിരിയാനെത്തിനുണ്ട്. കൊണ്ടുപോകേണ്ട ഐസ് ചെയ്യാൻ പോവാണ്. നമുക്ക് രണ്ടാമത്തെ വലയിൽ കിട്ടിയതട്ടാ തിരിയാൻ. പിന്നെ കുറച്ച് ഉണ്ണിമേരി തരാം. പിന്നെ കൂന്തല്, ശീലാവ്, വങ്കട കുറച്ചിട്ട്. വങ്കട ഇതാണ് വങ്കട. ആടാ വങ്കട ആടാ. പിന്നെ ഇതിന് വലിയ ഉണ്ണിമേരി, അയില, അതൊക്കെ തന്നെ. പിന്നെ കുറച്ച് കടൽ മാത്രമേ ഉണ്ട്. പേത്ത, പിന്നെ കുറച്ച് മിച്ചറുണ്ട്. മോത, പിന്നെ ഒരു ചാളക്കുട്ടനുണ്ട്. കണ്ട കിളിമീൻ, ഉടുക്കൂരി, കൊഴുവ, ആനക്കൊഴുവ എന്നാണ് പറയണത്. അതിനാണ് അയില. ഇതൊക്കെ നേരെ സ്റ്റോറിലോട്ട് കയറ്റാണ്. ഇവിടെ അയില കൊട്ടിയിലാണ്. വലുതും ചെറുതും മാറ്റിയിടാനാട്ടാ. കണ്ണയിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനടുത്ത് മാറ്റും.
വലുത് അതിലോട്ട് ചെറുത് ഇതിലോട്ട്. ഇതൊക്കെ തിരിഞ്ഞ് മാറ്റിയിട്ട് വലുതും ചെറുതൊക്കെ മാറ്റി നേരെ ഇതും സ്റ്റോറിലോട്ട് കൊണ്ടുപോവുകയാണ്. കടല് കൂടി കിടക്കുകയാണ് മൊത്തത്തിൽ. കടലേടാ നോക്കി കടല് പിടിച്ചിറക്കാൻ വേണ്ടല്ലേ തീറ്റി പോവും. എന്നാ ബോട്ടിന്റെ ചലനം കാട്ടിത്തരാം. ഭയങ്കര കാറ്റാണ്ട, നല്ല കാറ്റായും കടലോളി പൊക്കിട്ട് നോക്കിയ പോലെ പുതിയ പോണത് ഓ കേട്ടോ. കൊലത്തേറിയിട്ടുണ്ട്. രസമാണോ? രസം പരിപ്പ് കറിയാ? രസമാണ് രസം. ആ മതി 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 മതി. ഇത്രയും കറികളുണ്ട്. മഴയൊക്കെ ഉണ്ട്, പുറത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല. നല്ല കാറ്റും മഴയൊക്കെയാണ്. നമുക്കധികം ടേസ്റ്റ് ചെയ്യാം. കടലൊക്കെ കൂടുതലായിട്ട് എല്ലാരും അവിടെ ഇവിടെ ഒക്കെ പിടിച്ച് നിന്നും ഇരുന്നൊക്കെയുണ്ട ഭക്ഷണം കഴിക്കണ കണ്ടാ. ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കാണ്. വല ഇട്ടിട്ടില്ല കേട്ടാ, എല്ലാരും കഴിച്ചോണ്ടിരിക്കാണ്. ഒരാള് കഴിച്ച് മതിയാക്കി ഓടണ്. കടലിൽ കോള് തുടങ്ങിയൊക്കെയാണ്. അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. വലയൊക്കെ ഇടുമ്പോ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. നേരെ ഒന്നും വലയിടാൻ പറ്റില്ല. കാടും കട കിടന്ന് ബോട്ട് കിടന്ന് മറിയും തിരിയും. ഭയങ്കര പണിയാക്കി തുടങ്ങിയിട്ടുള്ളൂ കോള്. വാലിട്ടിട്ടില്ല. നമ്മിനി വേറെ ഗ്രൗണ്ടിലോട്ട് പോവേണ്ട. അവിടെ നിന്ന് പിടിച്ച് നിന്നൊക്കെ കഴിക്കാണ്. അങ്ങനെ വൈകുന്നേരം വല വിടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാ. ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ എറിഞ്ഞുവിടാണ്. വൈകുന്നേരത്തെ വല അതേപോലെ വലിയൊരു കടൽ വന്ന് നോക്കി. പൊന്നേ എന്ത് വലിയ കടലാണ്. മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ശമിച്ചിട്ടുണ്ട്. കടല് കൂടിയിട്ട് പക്ഷേ വലയും കാര്യങ്ങളൊക്കെ വിട്ട് ഇവിടുന്നും വിട്ട് രണ്ട് സൈഡിൽ നിന്നും വല വിട്ടിട്ടാ. വലയും കാര്യങ്ങളൊക്കെ വിട്ട് വയർ റോപ്പ് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടാ. വയർ റോപ്പ് പോയി ബോട്ട് നല്ല സ്പീഡിൽ പോവാണ്. വലയൊക്കെ വിട്ട് ഞങ്ങൾ റെഡി ആയിക്കാണ്. അടുത്ത വല പിടിക്കാൻ വേണ്ടി റെഡി ആയിക്കാണ് കേട്ടാ. നിങ്ങളൊന്നത് വീഞ്ചിറക്കി വിട്ടിട്ടുണ്ട് കേട്ടാ.
പോവാണ്. ഇനി ഇത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഒരു ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോ നമ്മൾ വല പിടിക്കൂലേ? പറഞ്ഞ വൈകുന്നേരം ചായ കുടിക്കാൻ നമ്മൾ വല പിടിക്കൂലേ? പിടിക്കൂലേ? ആ അതാണ് വൈകുന്നേരം ചായ കുടിയും കാര്യങ്ങളും നമ്മൾ വല പിടിക്കോ. ബാക്കി കാഴ്ച കാര്യങ്ങളൊക്കെ കാട്ടിത്തരാട്ടാ. നമ്മുടെ വയർ റോപ്പ് ഏകദേശം വിട്ട് തീരാറായിരുന്നു കേട്ടാ. വീഞ്ച് അടക്കും കണ്ട, വീഞ്ച് ലോക്കാക്കി ടൈറ്റ് ചെയ്ത്. ഇനി റോപ്പ് നേരെ കെട്ടി നിർത്തും, അത്രേ ഉള്ളൂ. കുറച്ചു നേരം വല ഒരു ഏകദേശം 3-4 മണിക്കൂർ കഴിഞ്ഞ് പിടിക്കും അല്ലേ? 3-4 മണിക്കൂർ കഴിഞ്ഞാൽ പിടിക്കാം. പറ ചിരിക്കങ്ങാണ് വെട്ടമല്ല നോക്കിയൊക്കെയാണ്. ഇതാണ് നമ്മളെ മെയിനാണ്. കൊടുകൈ ഇപ്പറ ഇതാണ് അർണോൾഡ്, ഐസിൽ അർണോൾഡ്. മത്തിനാണിക്ക് ഒന്നുകൂടെ കാണുന്നത്. മത്തില് കാണിക്ക് അപ്പൊ ഇത്രയും പേരൊക്കെ ഉണ്ട്. അങ്ങനെ പോയി കാണാം. ഇതൊക്കെ വായി വരണ്ടോ? അപ്പൊ സ്രാങ്കിനെ കാണിച്ചല്ലേ. ഇതാണ് നമ്മളെ സ്രാങ്ക്. സ്രാങ്കിന്റെ പേര് ലിയോ. സ്രാങ്ക് ഒന്ന് നോക്കോ? ഇതാണ് നമുക്ക് കിടക്കുന്ന സ്ഥലം കേട്ടാ. എന്റെ റൂം അതാണ്. റൂമല്ല ഞാൻ കിടക്കുന്ന സ്ഥലം അതാണ് കേട്ടോ. വൈകുന്നേരത്തെ ലാസ്റ്റ് വല കേറാൻ സമയമായി. എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. ചെറിയ മഴച്ചാറ്റം കട്ടക്കടൽ കൂടിക്കുന്നോണ്ട് മഴച്ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വല പിടിച്ചേറ്റാൻ വേണ്ടി പോവാണ്. ബീച്ചിൽ റോപ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ടാ കണ്ടാ. റോപ്പ് 2 സൈഡും കയറിയാണ്. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട്. മഴ തുടങ്ങിയിട്ടുണ്ട് കണ്ടാ. മഴക്കോട്ട് ഇടണില്ലേ? മഴക്കോട്ട് ബായ്. മഴക്കോട്ട് എവിടെ? റെയിൻ കോട്ട് ഇല്ല. ആ ബാക്കി മഴക്കോട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നണം, അങ്ങനെയാണ് തോന്നുന്നത്. ബാക്കിയുള്ള എവിടെ നമ്മുടെ റോക്കി വായിക്കണേ ടാറ്റേ ആടാ. ആള് പുലിയാണ്ടാ. അങ്ങനെ എപ്പോഴാണ് മലക്കൂടെ ഉണ്ട് കണ്ടാ. ബീച്ചിൽ റോപ്പ് കയറിക്കൊണ്ടിരിക്കണ്ടാ. ഇത് നോക്കിയേ, റെയിൻകോട്ടാണ്. സ്വന്തമായിട്ട് കണ്ടുപിടിച്ച റെയിൻകോട്ടാണ്. നിക്കറിന്റെ മേലെ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കിറ്റ് കീറിയിട്ടുണ്ട്. കൊള്ളാം, സൂപ്പർ റെയിൻകോട്ടാണ്ടാ. അപ്പോ 2 ബേക്കറി സാധനങ്ങളുണ്ടല്ലോ, അതിലെ കിറ്റ് എടുത്തിട്ടുള്ള പരിപാടിയാണ്. സെറ്റാണ്. വല പിടിക്കാൻ ഇത് മതി. ഒരു തുള്ളി പോലും മണാനയൂല. കൊള്ള അടിമുടി പൊളി. കൊടും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട്. ഇതേ റോപ്പ് കയറണ്ട കേട്ടോ. റോപ്പ് കയറണ്ട. റോപ്പ് കയറാണ്. കടലൊക്കെ കൂടുതലായോണ്ട് കണ്ട പള്ളി കണ്ട എല്ലാവരും പിടിച്ചേക്കണത്. എപ്പോഴാണെങ്കിലും കടല് പൊക്കിയിട്ട് പൊക്കിയിട്ട് ഇങ്ങനെ അടിക്കാം. അപ്പൊ അതുകൊണ്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് പള്ളി കേടാ. അങ്ങാടി ഇങ്ങനെ ബോർഡിട്ട് പെട്ടെന്ന് കടലൊന്നും അടിക്കും. പിന്നെ ചെറിയൊരു ഹാൻഡിൽ ബാലൻസ്, ഈ കാലിലൊരു ബാലൻസ് ഉണ്ട്. കണ്ടത് നോക്കിയേ, ഞാൻ നിൽക്കണത് ഇങ്ങനെ. അതായത് അങ്ങാട് നോക്കുമ്പോ ഇങ്ങാട് നിൽക്കാം, ഇങ്ങാട് പറയുമ്പോ ഇങ്ങാടൊക്കെ നിൽക്കാം. ആ ഒരു സ്റ്റെപ്പിൽ നിൽക്കണം. എന്നാലും കുറേ നാൾ ഇതിനുള്ള എക്സ്പീരിയൻസ് ആണിത്. നിങ്ങളൊന്ന് ബെൻഡാക്കി പിടിക്കണം. ചെടിയാടിക്കരുത്, ബെൻഡായിട്ട് നിൽക്കാം. അപ്പേ വല കയറാൻ പോവാണ്. പിടിച്ചേറ്റാ. അതേ വല പിടിച്ചേറ്റാണ്. മഴ പെയ്ത് തുടങ്ങി. ഞാനിവിടെ കോല് പിടിച്ചേക്കേട്ട കപ്പി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഓ കട്ട ദൈവമേ, ഇനിയിപ്പോ ഇങ്ങനെ അടിക്കും. ഞാൻ പിടിച്ചിക്കട്ടെ. ചരക്കേറാണ്. ചരക്കേറാണ്. ഓ ചരക്കരി ചരക്കരി
പൊട്ടിക്കോട്ടാ. കാലിമേലോട്ടൊക്കെ വീണ്. നെയ്മീൻ ഒരു നെയ്മീനൊക്കെ ഉണ്ടാ. നെയ്മീനും കൂടെ എങ്ങാട് വീണ്. പുന്നാര. ഇതാണ് പുന്നാര. പുന്നാര കൊള്ളാ. പുന്നാര. പുന്നാര മീൻ. വെള്ളമടിക്കാണ്. ഇവിടെ അയില വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും മീൻ തിരിയണ ഒരു കാഴ്ച ഉണ്ട് ഈ കാണുന്നത് കേട്ടാ. എല്ലാവരും മീൻ തിരിഞ്ഞ് തിരിഞ്ഞ് വേഗം വേഗം മാറ്റണ ഒരു കാഴ്ച. കൊട്ടയിലോട്ട് ബോക്സിലോട്ട് മാറ്റണ്ട. അവര് ചരക്കെടുക്കണ ഒരു കാഴ്ച കണ്ടാ. നമുക്ക് തൊട്ടിപ്പറമ്പ് ചരക്കെടുക്കേണ്ട ചരക്കില് കുഴപ്പമില്ലാത്ത മീനുണ്ട്. ഞാൻ കാണിച്ചത്. അടിപൊളിയായിട്ട് കാണാം. ഇപ്പുറത്തോട്ട് മാറിയവരുടെ ബോട്ട് മീനടിക്കണ തുടക്കം മാത്രം. ഇത് ലോങ്ങിൽ നിന്ന് നമ്മൾ എടുത്തുന്നുണ്ടല്ലോ. അവരോട് തിരിഞ്ഞ് ബോക്സിലോട്ടൊക്കെ ആക്കുമ്പോൾ ബാക്കി കാഴ്ചയും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ. ബോട്ട് നോക്കിയ ബോട്ട് കണ്ടാ കടലേക്ക്. ബോട്ട് കിടന്ന ആട നോക്കി ആയപ്പി കിടന്ന ആടനാട്ടം കണ്ട. അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ കടലിൽ ഓടി വരാനേ ഇതൊക്കെ തന്നെ ഉള്ളട്ടോ. നമ്മളതിനുള്ള നമുക്കെന്ന് പറഞ്ഞ പോലെ നമ്മുടെ വയർലെസ് ചെറിയൊരു ഇത് കംപ്ലൈൻറ്റ് വന്നപ്പോൾ തന്നെ വേറെ ഇത് വേണോ കാര്യങ്ങൾ എന്തെങ്കിലും വേണോ ചോദിച്ചാൽ അപ്പം തന്നെ വന്നാണ്ട ബോട്ട്. പേടിക്കണ്ട, ഒന്നും പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് പാടിപ്പോയതാണ്. നമ്മള് സാധനങ്ങൾ കൊടുക്കണ്ട. സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വേറെ ബോട്ട് വന്നിട്ടുണ്ട്. ഈ കട്ടക്ക് ഭയങ്കര റിസ്ക് ആണ്. ഇത് കെട്ടിയിട്ടുണ്ട്. കണ്ട കടാ. ആ ബോട്ട് എന്തൊക്കെയോ തന്നെ നമ്മ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. വയർലെസ് അത് തന്നെ. നമ്മുടെ വയർലെസ് കംപ്ലൈന്റ് ആയി പോയി. കാറ്റും മഴയൊക്കെ പറഞ്ഞേക്കണാണ്. ഭയങ്കര അപകടമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വയർലെസ് അവരത് മേടിച്ചിട്ട് നമ്മളത് അതെടുക്കാൻ പോണേ. എനിക്കെന്താ അത് മനസ്സിലായില്ല. ഞാൻ അവിടെ ഇരിക്കുന്നു. ഇവിടെ മീൻകറി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അയിലക്കറി അല്ലേ? കറി കിട്ടുന്നുണ്ട്. വയർലെസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മീൻകറിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ കാര്യമായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനിടെയാണ്. വേണ്ടി വീണ്ടും ആ ബോട്ട് എത്തിയേട്ടാ. കൊടുക്കാൻ വേണ്ടി പോവേണ്. അവിടെ റോപ്പെത്തി.
തട്ടിമുട്ടില്ല രീതിയിലായി പോയിട്ടാ. ബോർഡ് 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 ബോട്ടമിലടിച്ചാനായിട്ടാ ബോർഡൊക്കെ പോയാൽ ജസ്റ്റ് വിസിന് പോയി. ഇതൊക്കെയാണ് കടലിൽ. ഇത് കട്ട വരുമ്പോൾ ഭയങ്കര വിഷയമാണ്. നമുക്ക് ഒരു സാധനങ്ങൾ അങ്ങാടും ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെ തന്നെ അന്ന് ഞാൻ ബോട്ടിലോട്ട് ചാടിക്കയറാൻ നോക്കിയപ്പോൾ ബോട്ടമിലടിച്ച് പെട്ടെന്നൊരു കാര്യമൊക്കെ നമ്മൾ കട്ട വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കടലിങ്ങനെ ആയപ്പോൾ സമയത്ത് അവരുടെ വയർലെസ് തിരിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ വയർലെസ് ശരിയായി. കേബിളിലെ ചെറിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ വലയും കാര്യങ്ങളും അവിടെ റെഡി ആക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ മീൻകറി പാതിക്ക് വെച്ചോ മീൻകറി ഇവിടെ കുടുകുടൂന്നും പറഞ്ഞ് തിളച്ചോണ്ടിരിക്കുക കേട്ടാ. നല്ല അടിപൊളിയായിട്ട് അയിലക്കറി റെഡി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വറ്റ കുഞ്ഞുണ്ട് കണ്ടാ. അയിലക്കറി ഇട്ടിട്ടുണ്ട്. വലിയൊരു അയില ചാറ് കൊഞ്ചം കൊഞ്ചം അതിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്. ചാറിങ്ങനെ കുഴക്കാം. ഇവിടെ നിന്ന് ഒരു കഷ്ണമൊക്കെ ഇല്ല. ചൂടാണ്. ആയി ഓർക്കണേ. എല്ലാവരും കഴിച്ചോണ്ടിരിക്കണം. വീഡിയോ ഒക്കെ കാലത്തിട്ട് വായിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് കാലത്തിന് ട്രോളിംഗ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നല്ല അടിപൊളി കിടക്കം വീഡിയോ ഒക്കെ ബൈ ബൈ.